പെർഫെക്റ്റ് ആയിട്ട് സമോസ ഷീറ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. സമോസയ്ക്ക് മാത്രമല്ല, നമ്മൾ സ്പ്രിംഗ് റോൾസ് ഉണ്ടാക്കാനും ഈ ഷീറ്റ് യൂസ് ചെയ്യാം. കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അധികം ചേരുവകളുടെ ആവശ്യമില്ല. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര വിലയും ആവില്ല വീട്ടിലുണ്ടാക്കി എടുക്കാൻ. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചപ്പാത്തി ചുടുന്നതോ അല്ലെങ്കിൽ ദോശ ചുട്ടെടുക്കുന്ന പാനിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂണിൻ്റെ ഇടയ്ക്ക് ഉപ്പ് വേണ്ടി വരും. അപ്പോൾ ഉപ്പിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കില്ലേ, അതേപോലെ കുഴച്ചെടുക്കണം. അധികം ലൂസായി പോകാനും പാടില്ല, ഒട്ടും വെള്ളം ഇല്ലാതിരിക്കാനും പാടില്ല. 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കുന്നതിന് മുന്നേ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി മാവിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ എണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റാം. നമ്മൾ പൂരിക്കൊക്കെ മാവ് ഉരുട്ടിയെടുക്കില്ലേ, അതേ അളവിൽ വേണം നമ്മൾ ഉരുട്ടിയെടുക്കേണ്ടത്. ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ കുറെ കൂടുതൽ മാവ് എടുക്കരുത്. ഞാനിപ്പോൾ 240 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ 1 കപ്പ് മാവാണ് എടുക്കുന്നെങ്കിൽ 6 ഉരുളയാക്കി മാറ്റിയാൽ മതി. അപ്പം ഞാനിപ്പോൾ 12 ഉരുള ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ ഉരുളയും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കണം. ആദ്യം ഓരോ ഉരുളയും മാവിൽ മുക്കിയതിന് ശേഷം ചപ്പാത്തി പരവയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ പൂരിക്ക് പരത്തിയെടുക്കില്ലേ, അത്രയും വലിപ്പത്തിൽ പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കണം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ എണ്ണ തേച്ച് കൊടുക്കാം. എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ ഭാഗത്തും നല്ലപോലെ എണ്ണ തേച്ച് കൊടുക്കണം. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ അടുത്തത് പരത്തിയിട്ട് വയ്ക്കും. അപ്പോൾ ലാസ്റ്റ് ഒട്ടിപ്പിടിച്ചു പോകരുത്. അപ്പോൾ നന്നായിട്ട് എണ്ണ പുരട്ടിയാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇളക്കിയെടുക്കാൻ നേരത്ത് ഇളകി വരുള്ളൂ. അപ്പോൾ എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. ഇനി അടുത്തത് പരത്തിയെടുത്ത് മുകളിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പിന്നെയും എണ്ണ തേച്ച് കൊടുക്കണം. നന്നായിട്ട് തന്നെ എണ്ണ തേക്കുക. സൈഡിലൊക്കെ പുരളാതിരിക്കരുത്. ഇതുപോലെ തന്നെ എല്ലാം പരത്തി വയ്ക്കുക. അപ്പോൾ ലാസ്റ്റത്തെ പൂരിയാണിത്. ഇത് മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ എണ്ണ പുരട്ടണ്ട കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പാത്രത്തിൽ വെച്ചപ്പോൾ അതിൻ്റെ അടിഭാഗത്തും പുരട്ടിയിട്ടില്ല, ഏറ്റവും മുകളിലുള്ളതിൻ്റെ മുകൾ ഭാഗത്തും പുരട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലവയിൽ കുറച്ചും കൂടെ മാവിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പൂരി മൊത്തത്തിൽ എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ എണ്ണ പുറത്തോട്ട് വരും, സാരമില്ല. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാവ് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ അധികം പ്രസ് ചെയ്ത് പരത്തിയെടുക്കരുത്. നല്ല സോഫ്റ്റാണ് മാവ്. നമ്മൾ തൊടുമ്പോൾ തന്നെ പെട്ടെന്ന് വലിഞ്ഞു വരും. എത്ര വലുപ്പത്തിൽ പരത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വലിയൊരു ചപ്പാത്തി ഇല്ലേ, അതിൻ്റെ വലുപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എൻ്റെ ചപ്പാത്തി പലവയുടെ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുകയാണ്. പിന്നെ ഇത് മൈദയും എണ്ണയൊക്കെയാണ്. നമ്മൾ എത്രത്തോളം പരത്തും അത്രത്തോളം ഇത് വലിഞ്ഞു വരും. ഞാൻ പണ്ടൊരിക്കൽ ഉണ്ടാക്കിയപ്പോൾ നല്ല വലിപ്പത്തിൽ പരത്തിയെടുത്തു. പക്ഷേ ലാസ്റ്റ് നമ്മൾ ചുട്ടെടുത്തിട്ട് ഇളക്കിയെടുക്കാൻ നേരത്ത് അത് പൊട്ടിപ്പോയി. കാരണം നല്ല നൈസായി പോയാൽ നമുക്ക് ഇത് ഇളക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം മാവ് പൂരിയുടെ സൈസിൽ എടുക്കാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇളക്കിയെടുക്കാനും പറ്റും. പിന്നെ എണ്ണ തേക്കാനും മറന്നു പോകരുത്. എണ്ണ നന്നായിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ചുട്ടെടുത്തിട്ട് ഇളക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് ഇളകി വരുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോവും. അപ്പം ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി ചൂടുന്ന പാൻ ചൂടാക്കുക. സിമ്മിൽ തന്നെ തീയിട്ടയ്ക്കുക. പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം.
അപ്പം നിങ്ങൾ 4 കപ്പ് മാവാണ് എടുത്തെങ്കിൽ നിങ്ങൾ ഇത് രണ്ടായിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. മൊത്തം ഒന്നിച്ച് വെച്ച് പരത്തിയെടുക്കരുത്. എന്നാലും നമ്മൾ ഈ പരത്തിയെടുക്കുന്നതിൻ്റെ തിക്നെസ് കൂടുതലായിരിക്കും, നടുക്കുള്ളതൊന്നും വെന്ത് വരില്ല. ഇനി ഈ മുകൾ ഭാഗത്ത് ചെറിയ കുമിളകൾ വന്ന് തുടങ്ങും, അതുവരെ നമ്മൾ വേവിച്ചെടുക്കണം. ഇപ്പം ഇതുപോലെ പൊങ്ങി വന്ന് തുടങ്ങി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കണം. ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പം ഇതും റെഡി ആയിട്ടുണ്ട്, നമുക്കിത് എടുത്തു മാറ്റാം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എടുത്തതിൻ്റെ സമയം എടുക്കില്ല കേട്ടോ. നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പകുതി സമയമൊക്കെ വേവിച്ചാൽ മതി. അത് താഴത്തെ ലെയർ ഇളകി വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പം തണുത്തിട്ടുണ്ട്, നമുക്കിനി ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് വലിച്ചിളക്കി എടുക്കരുത്, പതിയെ ഇളക്കിയെടുക്കുക. എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് കൈകൊണ്ട് പതിയെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, നല്ല നൈസായിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ഇളക്കി കാണിച്ചു തരാം. നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്തോണ്ട് ഇളകി വരെ ഒരു പാടുമില്ല. കണ്ടോ എത്ര നൈസായിട്ടുള്ള ഷീറ്റാണെന്ന് എൻ്റെ കൈ തന്നെ അതിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇളക്കിയെടുത്ത് വരുമ്പം നടുക്കത്തോട്ടുള്ള ഷീറ്റ് വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ പാൻ ചൂടാക്കി എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം. അപ്പം ഞാൻ ലാസ്റ്റ് ഷീറ്റ് ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് സമോസ ഷീറ്റിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് സമോസയ്ക്ക് മാത്രമല്ല, സ്പ്രിംഗ് റോൾസ് ഉണ്ടാക്കാനും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ സമോസ ഷീറ്റിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കളയാം. കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഭാഗം നമുക്ക് കളയണ്ട. കുട്ടികൾക്കൊക്കെ ഈ എണ്ണ ചൂടാക്കിയിട്ട് പൂരി വറുത്തെടുക്കുന്ന പോലെ തന്നെ ഇത് വറുത്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. പപ്പടം വറുത്തെടുക്കുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഈ 4 ഭാഗവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നടുക്കൂടെ ഒരു പ്രാവശ്യം കൂടെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷീറ്റ് റെഡിയായി. ഇനി ഞാനിത് എങ്ങനെയാണ് സമോസയ്ക്ക് മടക്കി എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു സൈഡിൽ നിന്ന് എടുത്ത് ഇപ്പുറത്തെ കോണ് പോലെ മടക്കിയെടുക്കുക. പിന്നെ അതിൻ്റെ തുമ്പ് പിടിച്ചിട്ട് മുകളിലോട്ട് മടക്കി വയ്ക്കാം. ഇതുപോലെ ആ മുകളിലത്തെ ഭാഗം താഴോട്ട് ഒട്ടിച്ചെടുക്കാം. നമ്മളെ ഷീറ്റ് നല്ല നൈസാണ്. ചിലർക്ക് പുറം ഭാഗം കുറച്ച് കട്ടിയുള്ള സമോസയായിരിക്കും ഇഷ്ടം. എനിക്ക് ഈ പുറമേ നല്ല നൈസായിട്ടിരിക്കുന്ന സമോസയാണ് ഇഷ്ടം. അപ്പോൾ കട്ടിയുള്ള സമോസ വേണമെന്നുള്ളവർക്ക് നമ്മൾ മുറിച്ചെടുത്ത 2 ഷീറ്റ് ഒന്നിച്ച് വെച്ച് മടക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് മുറിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തിയുടെ സൈഡ് ഭാഗമൊന്നും മുറിച്ച് കളയണ്ട, ഇതുപോലെ മുറിച്ചെടുത്താൽ മതി. ഇനി ഇതെങ്ങനെയാണ് മടക്കിയെടുക്കുന്നതെന്ന് നോക്കാം. താഴെ ഭാഗം മുകളിലോട്ട് വയ്ക്കുക. ഈ സൈഡ് ഇങ്ങനെ അകത്തോട്ട് മടക്കുക, എന്നിട്ട് ചുരുട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതെങ്ങനെയാണ് നമ്മൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് സിപ്പ് ലോക്ക് ബാഗിനകത്ത് വയ്ക്കാം. നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ചാലും മതി. എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വയ്ക്കുക. ഇത് ഒരു 3 മാസം 4 മാസമൊക്കെ കേടുകൂടാതെ ഇരിക്കും ഫ്രീസറിൽ. അപ്പോൾ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂറോ 2 മണിക്കൂറോ മുന്നേ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഉണ്ടാക്കിയാലും മതി. ഇപ്പോൾ റംസാനും കൂടെയാണ്. അപ്പോൾ സമോസയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ നമുക്ക് 4 മണിക്ക് ചായയോടൊപ്പം സമോസ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരും കൂടുതലാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കായിരുന്നാലും അല്ലെങ്കിൽ വലിയവർക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ സമോസയുടെ ഫില്ലിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.